ശോഭ വിശ്വനാഥ് ബിഗ് ബോസിൽ കയറി. കൂടെ ഷിയാസും റിയാസും. കൂടുതലാണ്. ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ശോഭ വിശ്വനാഥ് ബിഗ് ബോസിൽ വരും, കൂടെ ഷിയാസ് കരിമും ഉണ്ടാകുന്നു. ഇപ്പോൾ ശോഭ വിശ്വനാഥ് ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുക. എന്തിനാണോ എന്തോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്നോട് ആ വീഡിയോയ്ക്ക് താഴെ. ഹോട്ടൽ ടാസ്കുമായിട്ടാണ് ശോഭ വിശ്വനാഥ് ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത്. കൂടെ ഷിയാസ് കരീമുണ്ട്. ഷിയാസ് കരീമിന്റെ കാര്യം ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീം ബിഗ് ബോസ് ഹൗസിൽ വരുന്നുണ്ട് എന്ന്. കൂടെ റിയാസ് വന്നിട്ടുണ്ട്, റിയാസും കയറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. കൺഫേം ആയിട്ട് കിട്ടിയ ഇതാണ്. അപ്പോൾ ഇന്ന് തൊട്ട് ഹോട്ടൽ ടാസ്ക് തുടങ്ങും. ഇന്നല്ല നാളെ തുടങ്ങും. പക്ഷേ ശോഭ വിശ്വനാഥ് ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട്. ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇനി കളി മാറും. ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. റിയാസ് അത്യാവശ്യം നന്നായി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കനാണ്. അതുപോലെ തന്നെ കണ്ടന്റ് കൊടുക്കാൻ ശോഭ വിശ്വനാഥുമുണ്ട്. പക്ഷെ ശോഭയ്ക്ക് കട്ട നെഗറ്റീവാണ്. ശോഭയ്ക്ക് റിയാസിന്. ഷിയാസും വലിയ കുഴപ്പമില്ലാത്ത കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഷിയാസിന് അത്ര കട്ട നെഗറ്റീവ് വന്നിട്ടില്ല. ബാക്കി രണ്ടുപേർക്കും പുറത്ത് നല്ല കട്ട നെഗറ്റീവ് വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കട്ട നെഗറ്റീവിൻ്റെ കാര്യമല്ല. അവർ ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഇവർ 3 പേരും ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കളി മാറും. കളിക്കാരുടെ ഗെയിമുകളും മാറും. ഇനി നമുക്ക് ഹോട്ടൽ ടാസ്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ.